വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്കിന്ന് ഗോൾഡിന്റെ പ്രീ മാർക്കറ്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്യാനുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നത് ഓൾ ടൈം ഹൈനെയാണ് മാർക്ക് ചെയ്യുന്നത്. അവിടെയാണ് മാർക്കറ്റ് വന്നു നിൽക്കുന്നത്. അപ്പോൾ അതിനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നു. പിന്നീട് സപ്പോർട്ടാണ്. സപ്പോർട്ട് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ലോയിനെയാണ് സപ്പോർട്ട് മാർക്ക് ചെയ്യുന്നത്. കാരണം ഇവിടെ നിന്നാണ് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ഡിമാൻഡ് സ്റ്റാർട്ട് ചെയ്തത്. ഡിമാൻഡ് സോണാണത്. നോക്കിയാൽ കാണാം, നല്ലൊരു എൻഗൾഫിംഗ് ക്യാൻഡിൽ തന്നു. അതിന്റെ ഈ വരച്ച ബെയറിഷ് ക്യാൻഡിലിന്റെയും അതിന്റെ മുന്നുണ്ടായ ക്യാൻഡിലിനെയും എൻഗൾഫിംഗ് തന്നിട്ടാണ് ഈ ക്യാൻഡിൽ മുകളിലോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഡിമാൻഡ് സോണായി എടുത്ത് സപ്പോർട്ടായി മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി മാർക്ക് ചെയ്യാനുള്ള ഒന്ന് രണ്ട് ഏരിയാസ് എന്ന് പറയുന്ന ഇംബാലൻസ് ഉണ്ട്. ഇവിടെ ഒരു ഇംബാലൻസ് ആണ്. മറ്റൊന്ന്, ഈ ക്യാൻഡിൽ താഴോട്ടേക്ക് വരുന്ന സമയത്ത് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയയും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഈ സപ്ലൈ നടന്നിട്ടുണ്ട്. സപ്ലൈ നടന്ന ഏരിയ ആണ്. നടന്ന സമയത്ത് ക്യാൻഡിൽസ് എല്ലാം ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ടില്ല. എല്ലാം താഴോട്ടേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങോട്ട് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇതിനൊരു സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ അടയാളപ്പെടുത്തുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് ശേഷം തിരിച്ചു വരാം. പ്രധാനപ്പെട്ട ന്യൂസുകൾ വരുന്നത് ഒന്ന് AUDയിലാണ്, ഓസ്ട്രേലിയൻ ഡോളറിലാണ്. അത് ഓൾറെഡി കഴിഞ്ഞു. ഇനി വരുന്ന GBPയിൽ വരുന്നുണ്ട്. 11:30 ഇന്ത്യൻ സമയം കാലത്ത് 11:30 വരുന്നത്. USDയിൽ വരുന്നത് കോർ PPI വരുന്നുണ്ട്. PPI വരുന്നത് ഇന്ത്യൻ സമയം 6 മണിക്കാണ് വരുന്നത്. എന്തായാലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് വരുത്തുന്ന ന്യൂസ് USD ആയതുകൊണ്ട് നമുക്ക് ആദ്യം അതിനെ കുറിച്ചിട്ടൊന്ന് നോക്കാം. കോർ PPI മന്ത്ലി ആണ് വരുന്നത്. കോർ PPIയിൽ ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് യൂഷ്വൽ ഇമ്പാക്ട് കാണിക്കുന്നത്. പ്രീവിയസ് ഫിഗർ വരുന്നത് 0.4% ആയിരുന്നു. ഫോർകാസ്റ്റ് വരുന്നത് 0.2% ആണ്. അതായത് കുറഞ്ഞാണ് കാണിക്കുന്നത്. അപ്പോൾ പൊതുവെ കറൻസിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ന്യൂസ് ആയിരിക്കില്ല എന്നാണ് ഒരു സൂചന നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം 0.2 മുകളിൽ 0.3 വന്നാൽ പോലും കറൻസിക്ക് ഫേവറബിൾ ആയിരിക്കില്ല. കാരണം പ്രീവിയസിനേക്കാളും താഴെയാണ് ഇത്തവണ ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ പ്രീവിയസിനൊപ്പമോ അതിന്റെ മുകളിൽ വന്നാൽ മാത്രമേയാണ് കറൻസിക്ക് ഒരു സ്ട്രെങ്ത് കാണിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ തൽക്കാലം കറൻസിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ന്യൂസ് അല്ല കോർ PPIയിൽ വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ന്യൂസ് നോക്കാം. PPI മന്ത്ലി നോക്കാം. PPI മന്ത്ലി അങ്ങനെ തന്നെയാണ്. ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. ഇവിടെ പ്രീവിയസും ഫോർകാസ്റ്റും ഒരേ ഫിഗർ തന്നെയാണ് തന്നിരിക്കുന്നത്, 0.2. അപ്പൊ അതിന് മുകളിൽ വന്നാൽ മാത്രമേയാണ് കറൻസിക്ക് ഫേവറബിൾ ആവുള്ളൂ. PPI സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു ഇമ്പാക്ട് തരാനുള്ള സാധ്യത ഇല്ലാത്ത ന്യൂസാണ്. CPIയുടെ അത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാവില്ല. എന്നാലും ഒരു വൺ ഡയറക്ഷൻ മൂവ് ചിലപ്പോൾ കുറച്ച് സമയത്തിന് കിട്ടിയായിരിക്കാം. ന്യൂസ് വരുന്ന സമയം എന്ന് പറയുന്നത് 6 മണിക്കാണ്. ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയമാണ്. ഹൈ വളറ്റൈലാവുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപക്ഷെ രണ്ട് സൈഡിലേക്കും മൊമെന്റ് തന്ന് കഴിഞ്ഞ് സ്റ്റോപ്പ് ലോസ് കൊണ്ടുപോകാനും വലിയ ലോസ് വരുത്താനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ട്രേഡ് എടുക്കുന്ന ആളുകൾ മാക്സിമം ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കാം. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിൽ നിന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഓൾ ടൈം ഹൈനെ ഒന്ന് റീടെസ്റ്റ് ചെയ്യാൻ പോയി ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അതിനു മുന്നേ കഴിഞ്ഞ 3 ദിവസത്തെ ക്യാൻഡിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഇന്ന് മിക്കവാറും ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. മുകളിലോട്ടൊന്ന് പോയി മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി ചെറിയൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഒന്നും കൂടി താഴോട്ടേക്ക് വരുമോ അതോ മുകളിലേക്ക് തന്നെ കയറി പോവോ എന്നൊക്കെ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് 4 അവറിലേക്കാണ് പോകുന്നത്. ഫോർവേഡിൽ പോകുന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്ത ഏരിയാസ് ഒന്നും കൂടി നോട്ട് ചെയ്യാം. ഈ ഒരു സപ്പോർട്ട് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, റെഡിലേക്ക് മാറ്റിയിടുന്നുണ്ട്. ആ സപ്പോർട്ട് ലൈൻ നോക്കിയാൽ കാണാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു സപ്ലൈ സോൺ ആണ്. ഇവിടെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ റിയാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ റിയാക്ഷൻ തന്നെയാണ് പറഞ്ഞത്, വലിയൊരു റിവേഴ്സൽ അല്ല പറഞ്ഞിരുന്നത്. അത് കിട്ടിയിട്ടുണ്ടായിരുന്നു.
ഇനി നമുക്ക് 4 ഹവറിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്യാം. ആദ്യം മാർക്ക് ചെയ്യുന്നത് സപ്പോർട്ടാണ്. സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു കൺസോളേഷൻ നടന്ന ഒരു ഏരിയയാണ്. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഏരിയയുടെ ഇമ്പോർട്ടന്റ്, കൺസോളേഷൻ നടക്കുന്ന ഏരിയയുടെ ഇമ്പോർട്ടന്റ് എന്താണെന്നുള്ളത് ഇന്നലെ നമ്മൾ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഏരിയനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇംബാലൻസുകൾ കാണുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഇംബാലൻസ് എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് സോണിലുള്ള ഇംബാലൻസ് ആണ്. അപ്പോൾ അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. ഒരു സ്ട്രക്ചറൽ ഷിഫ്റ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഹൈ ലെവലിലേക്കുള്ള സ്ട്രക്ചറൽ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു റീടെസ്റ്റ് വന്നിട്ടുണ്ട് ഓൾറെഡി. ഒരുപക്ഷെ സസ്റ്റെയിൻ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അതെല്ലാം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി നോക്കാം. ഇനിയുള്ളത് ഓൾ ടൈം ഹൈ ആണ്. ഓൾ ടൈം ഹൈനെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും മാർക്ക് ചെയ്യുന്നില്ല. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 4 ഹവറിലുള്ളത്. ഇനി നമുക്ക് 1 ഹവറിലേക്ക് പോവാം. 1 ഹവറിൽ പോയിട്ട് കൂടുതൽ ഏരിയാസ് ഉണ്ടോ എന്ന് നോക്കാം. 1 ഹവറിലേക്ക് നോക്കുന്ന സമയത്തും കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ വരച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ്. 4 ഹവറിന്റെ സപ്പോർട്ട് ഇവിടെ കൺസോളേഷൻ നടന്ന ഏരിയ ഉണ്ട്. ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു 4 ഹവറിന്റെ. അതുപോലെ തന്നെ ഉണ്ട് ഇംബാലൻസ് പ്ലസ് സപ്പോർട്ടായിട്ട് നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് നെറ്റി വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത്, എക്സ്പെഷ്യലി ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് റിയാക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. റിയാക്ഷൻ എന്ന് പറയാൻ റിയാക്ഷനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ മുകളിലോട്ട് പോകാനായിരിക്കും സാധ്യത. ഒരുപക്ഷെ ഇവിടെ നിന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനായിരിക്കും സാധ്യത. അവിടെ അല്ലെങ്കിൽ അതിന് താഴെ ഈ ഒരു സപ്പോർട്ടിലേക്ക് വന്നിട്ട് കുറച്ചും കൂടി ഒരു ഡീപ്പ് പുൾ ബാക്ക് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ മാർക്കറ്റ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോവാം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ 1 ഹവർ കാണുന്ന സമയത്ത് തോന്നുന്നത്. ഇനി മറ്റൊരു സാധ്യത കൂടി ഉണ്ട്. ഇപ്പോൾ നിൽക്കുന്ന ക്യാൻഡിൽ നിൽക്കുന്നതിൽ അത്യാവശ്യം മോശമില്ലാത്തൊരു പുൾ ബാക്ക് കിട്ടിയിട്ടുണ്ട്. നോക്കിയാൽ കാണാം, വീക്ക് നോക്കിയാൽ കാണാം, റിജക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടാം. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ക്യാൻഡിലെങ്കിലും മിനിമം താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് അത് എടുത്തുകൊണ്ട് പോകും എന്നാണ്. അല്ലെങ്കിൽ ഒരു ക്യാൻഡിലും കൂടി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പുഷ് മുകളിലേക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ഈ ഏരിയ നോട്ട് ചെയ്ത് വെക്കുക. ഇംബാലൻസ് ആൻഡ് സപ്പോർട്ട് ഏരിയ നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ വരുന്ന സമയത്ത് റിയാക്ഷൻ എങ്കിലും മിനിമം റിയാക്ഷൻ എങ്കിലും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു എൻട്രി, ഒരു സ്കാൽപ്പിംഗ് എൻട്രി ചിലപ്പോൾ അവിടെ കിട്ടും. നമ്മുടെ സ്ട്രാറ്റജിയോ മറ്റോ വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് പോയി നോക്കാവുന്നതാണ്. ആ സമയത്ത് കൺഫർമേഷൻ എങ്ങനെ കിട്ടും എന്നുള്ളത് നമ്മൾ ഇന്നലെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ട്രാറ്റജി ബേസുള്ള കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഇനി ഒരു സെല്ലിംഗ് എൻട്രി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം മാർക്കറ്റ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് തന്നിരിക്കുന്നത്. നോക്കിയാൽ കാണാം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ട്രെൻഡ് തന്നിട്ടുണ്ട്. ഒരു സെല്ലിംഗ് എൻട്രി വരികയാണെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞ ഒരു സപ്പോർട്ട് സോണിലേക്ക്, അതായത് ഈ സപ്പോർട്ട് സോൺ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂ. ഒരുപക്ഷെ ഈ ട്രെൻഡ് ലൈൻ വരച്ചിരിക്കുന്ന സംവെയർ ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞ പോലെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വന്നിട്ടായിരിക്കാം മാർക്കറ്റ് തിരിച്ചു പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്കത് ഇപ്പോൾ ഒരു സെല്ലിംഗ് എൻട്രി എടുക്കാതിരിക്കുകയാണ് നല്ലത്. വലിയൊരു ടൈം ഫ്രെയിം നോക്കുന്ന സമയത്ത് സെല്ലിംഗ് എൻട്രി ഇല്ല ആക്ച്വലി. ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ഇനി പോയിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കിയതിന് ശേഷം നമുക്ക് സെല്ലിംഗ് എൻട്രി വേണമെങ്കിൽ എടുക്കാം. അതും ഒരിക്കലും നിർബന്ധപൂർവ്വം എടുക്കേണ്ട ട്രേഡ് ആവരുത്. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഡെയിലും ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസ് മാർക്ക് ചെയ്യാനുള്ളൂ എന്ന് കൂടി നോക്കാം. ഈ സപ്പോർട്ട് ഏരിയയെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് തന്നൊരു ഏരിയയാണ്, അതിനെ മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു സ്ട്രക്ചർ ചേഞ്ചിലേക്ക് വന്നേക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഈ ഒരു സപ്പോർട്ടിൽ തന്നെ വന്നേക്കാം. സപ്പോർട്ടിൽ വരുന്ന സമയത്ത് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു പുൾ ബാക്ക് എടുത്തിട്ട് മാർക്കറ്റ് പോയിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പുൾ ബാക്കിലേക്കും ചിലപ്പോൾ വന്നേക്കാം. എന്തായാലും നമുക്കത് വരുന്ന സമയത്ത് അതിൻ്റെ പാറ്റേണും ക്യാൻഡിൽസും മറ്റൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ എൻട്രി എടുത്താൽ മതി. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ഇന്നലെ പറഞ്ഞ ഒരു ഏരിയ, സപ്ലൈ ഏരിയനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് അവിടേക്ക് റീടെസ്റ്റിലേക്ക് ആണ് ഇപ്പോൾ മാർക്കറ്റ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ റീടെസ്റ്റ് കഴിഞ്ഞു തന്നെയാണ് 50 മിനിറ്റ്സ് കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റീടെസ്റ്റ് കഴിഞ്ഞെങ്കിൽ പോലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ ഫോർമേഷൻ കാണുന്നില്ല മുകളിലോട്ട്. കാരണം എക്സ്പെഷ്യലി ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ഇംബാലൻസിൽ തട്ടി നിൽക്കുന്നുണ്ട്. ഇംബാലൻസിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ചെറിയ ടൈം ഫ്രെയിമിൽ പോകുന്ന സമയത്ത് ട്രേഡിംഗ് റൂട്ടിന്റെ സ്ട്രാറ്റജി വെച്ചിട്ട് ഒരു ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ സൂക്ഷിക്കുക, കാരണം അത് വന്ന് പോകുന്ന ഏരിയ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ പുൾ ബാക്ക് കഴിഞ്ഞ് അല്ലെങ്കിൽ റീട്രേസ്മെന്റ് കഴിഞ്ഞ ഏരിയ ആയിരിക്കണം. അപ്പോൾ അതിനുള്ള എല്ലാ സൈനും തന്നിട്ടുണ്ട്, അതിനുള്ള എല്ലാ അടയാളങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഒരു കൗണ്ടർ ട്രെൻഡ് ആയിരിക്കും നിങ്ങൾ എടുക്കാൻ പോകുന്നത്. സൂക്ഷിച്ച് മാത്രം എടുക്കുക. ഒരു നല്ല റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ കൗണ്ടർ ട്രെൻഡിൽ തൊട്ടടുത്ത ടാർഗറ്റ് അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ സ്ട്രാറ്റജിയിൽ പറഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത ടാർഗറ്റ് വെച്ച് ഇറങ്ങിപ്പോരുക, വലിയൊരു ടാർഗറ്റിലേക്ക് നോക്കാതിരിക്കുക. അതാണ് 50 മിനിറ്റ്സിന്റെ ട്രേഡിംഗ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. വീണ്ടും 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ നോട്ട് ചെയ്ത ഏരിയ ഇതായിരുന്നു, ഈ സപ്പോർട്ട് ഏരിയ ആയിരുന്നു, ഈ റെഡ് ലൈൻ വരച്ചിരുന്നു.
എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. തുടക്കത്തിൽ ആ റെഡ് ലൈനിൽ നോക്കി കഴിഞ്ഞാൽ കാണാം ഇവിടെ എന്താണ് നല്ലൊരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. ഈ ഏരിയയിലേക്ക് നല്ലൊരു പുൾ ബാക്കിലേക്ക് വന്നിട്ട് തിരിച്ചു കയറി പോയിട്ടുണ്ട്. അതായത് ഈ ഏരിയ ഇതുവരെ റീടെസ്റ്റ് ചെയ്തിട്ടില്ല. റെഡ് ലൈനിൻ്റെ കടന്നു പോകുന്ന ഏരിയ റീടെസ്റ്റ് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ ഈ ഒരു ഏരിയയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. കാരണം ഇവിടെ ഇംബാലൻസ് ഉണ്ട്. പിന്നെ ഒരു സപ്പോർട്ട് നേരത്തെ വരച്ച സപ്പോർട്ട് ഉണ്ട്. അതിന് തൊട്ട് താഴെ വേറൊരു സപ്പോർട്ട് ഉണ്ട്. അതിന് തൊട്ട് താഴെ വേറെ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇതിന്റെ താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യാം. ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം. അതായത് ഇവിടം വരെ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. സെല്ല് ഇപ്പം ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു കോൺഫിഡൻറ്റോട് കൂടിയുള്ള സെല്ലല്ല ആക്ച്വലി. ഒരു പുൾ ബാക്ക് വന്ന് ആയിരിക്കും ഇപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ സപ്പോർട്ടിലേക്കോ ഇൻബാലൻസിലേക്കോ ഇവിടേക്കോ ഒന്നും ഇറങ്ങാൻ സാധ്യതയില്ല. നേരെ മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകാനുള്ളതുകൊണ്ട് എന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. അതിന് മുന്നേ ട്രേഡ് എടുക്കാൻ പാടില്ല. കാരണം പ്രത്യേകിച്ച് ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നതാണ്. ഒരു നല്ലൊരു സെൽ ഓഫ് ചിലപ്പോൾ നടന്നേക്കാം. അപ്പോൾ അങ്ങനെ നടക്കുകയാണെങ്കിൽ ബൈ എൻട്രി എടുക്കുന്ന ആളുകളുടെയും സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബൈ എടുക്കണമെങ്കിൽ കൃത്യമായൊരു കാരണത്തോടു കൂടി എടുക്കുക. എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് കൃത്യമായിരിക്കണം. കാരണം ഓൾ ടൈം ഹൈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു സെൽ ഓഫ് നടക്കാം. അപ്പോൾ ചാടിക്കയറി ഒരു പ്രത്യേക ഏരിയയിൽ നിന്നൊന്നും എടുക്കാതെ കൃത്യമായി കൺഫർമേഷൻ കിട്ടിയ ഏരിയയിലേക്ക് മാത്രം, പ്രത്യേകിച്ചും അഡീഷണൽ കൺഫർമേഷൻ എത്രത്തോളം ഗ്യാദർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഗ്യാദർ ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ പോവുക. ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ നല്ലൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് 2500 വരെ എത്തുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ സംഭവിക്കട്ടെ. എനിവേ, ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാം. അത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിക്കുന്നു. എല്ലാവരും ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്ത് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക.